ഇസ്രായേലും അമേരിക്കയും കൂടി ഞങ്ങളുടെ മേൽ ഇങ്ങനെ മിസൈൽ വർഷം നടത്തുന്നു, ബോംബിടുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ നേതാക്കന്മാരെയും കൊല്ലുന്നു, ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്നു. അത് ഞങ്ങളിങ്ങനെ കണ്ടു നിൽക്കുന്നു. ലോകത്തിന് പ്രത്യേകിച്ചൊരു ഭാവവുമില്ലാതെ ലോകം അത് നോക്കി നിൽക്കുന്നു. അങ്ങനെ ആ യുദ്ധം പോകാൻ പറ്റില്ല. ഞങ്ങൾ പ്രയാസപ്പെടുകയാണെങ്കിൽ ലോകം മുഴുവൻ പ്രയാസപ്പെടേണ്ടി വരും എന്നൊരു സന്ദേശം കൊടുക്കുക. അതാണ് മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നതിനോട് ഇറാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ലോകത്തിൻ്റെ എനർജി ഹബ്ബാണത്. ഓയിൽ പ്രൊഡക്ഷൻ, ഗ്യാസ്, ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ അതിൽ ഡിസ്റപ്ഷൻ വരുമ്പോൾ ലോക സമ്പദ്ഘടനയെ തന്നെ വലിയ തോതിൽ ബാധിക്കും. അതാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം ഗൾഫ് രാജ്യങ്ങളിലെ ബേസുകൾ അമേരിക്ക അവരുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സ്റ്റേഷനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ തകർക്കുക എന്നുള്ളതുണ്ട്. പിന്നെ ഗൾഫ് രാജ്യങ്ങൾക്കൊരു സന്ദേശം കൊടുക്കുക. നോക്കൂ, നിങ്ങൾ ഈ ചങ്ങായിമാരെ കുടിയിരുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമല്ലാതെ ലാഭമൊന്നുമില്ല എന്നുള്ളൊരു സന്ദേശം. ആ മെസ്സേജ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്രയും വലിയ ആക്രമണം ഉണ്ടായിട്ട് ഏതെങ്കിലും നിലക്ക് ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കക്ക് സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മൂന്നാം ദിവസം അവരുടെ പൗരന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? നിങ്ങളൊക്കെ പെട്ടിയെടുത്ത് വണ്ടി വിട്ടുകൊള്ളിയെന്നാണ്. അപ്പോൾ ഇത് ഒരു വഞ്ചനയാണ്, ഒരു ബിട്രയൽ എന്ന് പറയാവുന്ന സംഗതിയാണ്. കാരണം ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് അവിടെ അമേരിക്കൻ ക്യാമ്പുകൾ അവർ പ്രിസേർവ് ചെയ്യുന്നു. അവിടെ അമേരിക്കൻ ക്യാമ്പുകൾ നിലനിർത്താൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ചിലവുണ്ട്. അപ്പോൾ അങ്ങനെ അവരവിടെ കുടിയിരുത്തിയിട്ട് അതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് മെച്ചം? ഞങ്ങൾ ആക്രമിക്കപ്പെടുകയല്ലാതെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു സന്ദേശം. അത് എനിക്ക് തോന്നുന്നു ഗൾഫ് ലീഡർഷിപ്പ് അത് ഒരർത്ഥത്തിൽ അവരെ ഒരു പാനിക് സിറ്റുവേഷനിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇറാൻ ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ അത് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇറാൻ്റെ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുക എന്ന് പറയുന്ന അതൊരു തന്ത്രപരമായിട്ടുള്ള അവരുടെ ഒരു മുന്നേറ്റമാണ്, അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള അവരുടെ ഒരു മുൻകൈയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അതേസമയം തന്നെ അതേ അളവിൽ ഈ ഇറാൻ ചെയ്തത് തന്ത്രപരമായ പിഴവാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഇപ്പം ടർക്കിഷ് ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇറാൻ ഭയങ്കര ഒരു സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്ന ആൾ. ഇപ്പോൾ ഹക്കാൻ ഫിദാൻ കഴിഞ്ഞ ദിവസം ടർക്കിഷ് വിദേശകാര്യമന്ത്രി അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇതൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ് ഇറാൻ ചെയ്തതെന്നാണ്. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ഗൾഫ് രാഷ്ട്രങ്ങളുണ്ട്, അത്തരം അനലിസ്റ്റുകൾ ഗൾഫ് രാഷ്ട്രങ്ങളിലുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗൾഫ് രാഷ്ട്രങ്ങളും ഇറാനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഒരു 10-15 വർഷം മുമ്പാണെങ്കിൽ അത് വളരെ മോശമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അത് നന്നായിട്ടുണ്ടെന്ന് മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇറാൻ വിരുദ്ധ ക്യാമ്പയിന് അതേ അളവിൽ ഒരിക്കലും ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ പിന്തുണ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ യുദ്ധത്തിന് പോലും പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു യുദ്ധത്തിന് പോകരുത് എന്ന് അമേരിക്കയോട് അഭ്യർത്ഥിക്കുകയാണ് എപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ വളരെ നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ഞങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളെ ഒരു കാരണവുമില്ല അവർ ആക്രമിക്കപ്പെടുമെന്ന് വെച്ചാൽ അവർ ഇറാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അമേരിക്കൻ ബേസ് അവിടെ ഉണ്ടെന്ന് ശരിയാണ്. വിതൗട്ട് എനി റീസൺ വി ആർ ബീങ് അറ്റാക്ഡ് എന്നൊരു ഫീല് അവർക്കുണ്ടാകുന്നു. അതിൽ തന്നെ പ്രത്യേകിച്ച് ഖത്തറിനും ഒമാനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എത്രയധികം സംസാരിക്കുന്നു. ഇതൊരു മീഡിയേഷനിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പിറകിൽ നിങ്ങൾ വന്ന് കുത്തിയല്ലോ എന്ന് ഇവർക്ക് ചോദിക്കാവുന്നൊരു സിറ്റുവേഷൻ ഇറാൻ സൃഷ്ടിച്ചു. ഇനി ഒരു പടി കൂടി കടന്നിട്ട് ഇപ്പോൾ സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടു. സൗദി അറേബ്യയിലെ ഈ അരാംകോ റിഫൈനറി പോലും ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ സൗദി അറേബ്യ പക്ഷേ അവരാരും പ്രതികരിച്ചിട്ടില്ല കേട്ടോ, ഇറാനെ തിരിച്ചാക്രമിച്ചിട്ടില്ല. നോക്കൂ, ഈ ഒരു സെനാരിയോ മാറുകയാണ്. സൗദി അറേബ്യ ഇറാനെതിരെ ഒരു ആക്രമണത്തിന് കോപ്പ് കിട്ടുകയാണ്, അല്ലെ ഇറാനെ തിരിച്ചാക്രമിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സിനാരിയോ വളരെ മോശം സെനാരിയോ ആയിരിക്കും. പിന്നെ കാര്യങ്ങൾ പലപ്പോഴും ഇപ്പോൾ സൗദി അറേബ്യയും ഇറാനും തമ്മിലൊരു കോൺഫ്രണ്ടേഷൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പലതരത്തിലുള്ള എഫക്റ്റുകളുണ്ടാവും. ഇനി സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലൊരു ഡിഫൻസ് പാക്റ്റ് ഉണ്ട്. ആ പാക്റ്റ് പ്രകാരം സൗദി അറേബ്യ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നതുപോലെ കരുതി ആ ശത്രുവിനെ എതിരെ തിരിയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാനും ആ ഒരു യുദ്ധത്തിൽ ചേരുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് പോവുക. പക്ഷേ ഭാഗ്യവശാൽ അങ്ങനെ ഒരു അഡ്വഞ്ചറിസം അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു വലിയ സാഹസത്തിലേക്ക് സൗദി അറേബ്യ കടന്നിട്ടില്ല. പക്ഷേ കടക്കാൻ സൗദിക്ക് ധാർമ്മികമായ അവകാശമുണ്ട്. കാരണം സൗദി അറേബ്യയുടെ മണ്ണിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, ഇറാനാണ് ആക്രമിച്ചിരിക്കുന്നത്. പക്ഷേ ആ നിലക്ക് പോവുകയായിരുന്നെങ്കിൽ അത് വലിയ അബദ്ധമാകുമായിരുന്നു. അതുകൊണ്ട് ഇറാൻ ചെയ്തത് സ്ട്രാറ്റജിക് ബ്ലണ്ടറാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഇത് ഞങ്ങൾ മാത്രം ആക്രമിക്കപ്പെടുന്ന, ഞങ്ങൾ മാത്രം വേദനിക്കുന്ന ഒരു കാര്യമായിട്ട് ഒതുങ്ങാതെ ഒരു ഗ്ലോബൽ ഇഷ്യൂ ആക്കി മാറ്റുന്നതിൽ ഇറാൻ വിജയിച്ചു. അത് ഗൾഫ് രാഷ്ട്രങ്ങൾ ആക്രമിക്കുന്നതിനാണ് സംഭവിച്ചത്. അപ്പോൾ ഇപ്പം ആ ഒരു ലക്ഷ്യം അവർ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങളിനി ആക്രമിക്കുന്നില്ല, ഗൾഫ് രാജ്യങ്ങളെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല, ഇത്രയും ചെയ്തതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. അത് അത്രയും നല്ലത് എന്നുള്ളതാണ്. അതൊരു ലോകത്തെ സംബന്ധിച്ച് ആശ്വാസകരമായുള്ള കാര്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പല തിയറീസ് ഉണ്ട്. ഇതിങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഇറാനിയൻ ലീഡർഷിപ്പിനെ നിയമത്തിൽ ആക്രമിക്കേണ്ടതെന്ന് തോന്നിയതല്ല. പല നിലക്കുള്ള ബാക്ക് ഡോർ നെഗോഷിയേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. തുർക്കി അതിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു
ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങണം, ഇത് അവസാനിപ്പിക്കണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരാൾ ഡൊണാൾഡ് ട്രംപാണ്. കാരണം 3-4 ആഴ്ച അല്ലെങ്കിൽ 3-4 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി തുടങ്ങിയത്. പുള്ളിക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പല സമയങ്ങളിൽ പലതരം അൾട്ടിമേറ്റം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മുമ്പ് ഓർമ്മയുണ്ട്, ഹമാസിന് 3 ദിവസം എന്നൊക്കെ പറഞ്ഞ് അൾട്ടിമേറ്റം കൊടുത്താണ്. 3 ദിവസം കഴിഞ്ഞിട്ടെങ്കിൽ ഹെൽ ഫയർ അവിടെ ഗസയിൽ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞാണ്. ഹമാസുകാർ പ്രത്യേകിച്ച് ഒന്നും പ്രതികരിച്ചൊന്നുമില്ല. അപ്പം എന്താണ് ഈ പറയുന്ന ആളുകൾ, ഈ ഹമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡിൽ ഈസ്റ്റ് ഡൈനാമിക്സ് എന്താണ്, അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ലാത്ത ഒരു കച്ചവടക്കാരനാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല റട്ടറിക്സും പല ഡയലോഗുകളും നടത്തി. പക്ഷേ അതേസമയം ആക്ച്വലി ഈ ഏർപ്പാടിൽ നിന്ന് പിൻവലിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എളുപ്പം പിൻവലിയാൻ പറ്റില്ല. കാരണം സ്വന്തം ജനതയ്ക്ക് മുമ്പിൽ എന്തെങ്കിലും ഒരു വിക്ടറി ഇമേജ് കാണിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഇറാനും പിൻവാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, അമേരിക്കയും പിൻവാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പിൻവാങ്ങാനൊരു റീസൺ ആണല്ലോ. യുദ്ധത്തെക്കുറിച്ച് പറയുക, യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, അവസാനിപ്പിക്കാൻ ഭയങ്കര പ്രയാസമാണെന്നുള്ളതാണ്. അപ്പോൾ പിൻവാങ്ങാനുള്ളൊരു റീസൺ വേറെ ആരെങ്കിലും കൊണ്ടുതരണം, അങ്ങനെയുണ്ടല്ലോ. എന്തെങ്കിലും ഒരു നമ്മൾ അങ്ങാടിയിൽ തല്ല് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. തല്ല് കൂടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുക എന്താണ്, ആരെങ്കിലും വന്ന് പിടിച്ചു വെക്കണമെന്നാണ്. അവരായിട്ടത് അവസാനിപ്പിക്കില്ല. ആരെങ്കിലും വന്ന് പുറത്തൊക്കെ തട്ടി അങ്ങോട്ട് എന്താണെന്നൊക്കെ മാറ്റി നിർത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും ഒന്ന് വന്ന് ഇടപെട്ട് നിർത്തിത്തരണം എന്നാണ് തല്ലുകൂടുന്ന എല്ലാവരും സാമാന്യമായിട്ട് ആഗ്രഹിക്കുക. അത് അവസ്ഥ തന്നെയാണിത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ചില ബാക്ക് ഡോർ നെഗോഷിയേഷൻസ് ഇതിനകത്ത് നടന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് പീസ് സ്റ്റെപ്പ് എന്ന് പറയാവുന്നൊരു സംഗതി നടക്കുകയാണ്. നോക്കൂ, ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നില്ല. ഇനി അവരായി ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിൽ അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ അയച്ച് കുറച്ച് ദിവസം കൂടെ കളിക്കുമായിരിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എയർ ഡിഫൻസ് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കോംപ്രമൈസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പല വലിയ തോതിലുള്ള ഇറാനിയൻ മിസൈലുകൾ പെനട്രേഷൻ തെല്ലവീവിലും ജെറൂസലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയും എന്താണ് റിഥം ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഈ സൈറൺ മുഴങ്ങുക, ബങ്കറിലേക്ക് ഓടുക, ഇതായി മാറി ഇസ്രായേലിലെ സാമാന്യമായ ജീവിതം എന്ന് പറയുന്നത്.